ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സർവനാം എന്ന ചാപ്റ്റർ ആണ്. सर्वनाम वह विकारी शब्द है जो संज्ञा की पुनरुक्ति को दूर करने के लिए उसके ही अर्थ में प्रयुक्त होता है. അപ്പോൾ സർവനാം എന്ന് പറയുന്നത് നമ്മൾ പ്രൊനൗണിനെയാണ്. അതായത് സംജ്ഞയ്ക്ക് പകരം സംജ്ഞയ്ക്ക് പുനരുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംജ്ഞ റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാം എന്ന് പറയുന്നത്. രാം ने कृष्णा से कहा कि मैं तुमसे कल मिलूंगा. രാമൻ കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ നിന്നെ നാളെ കാണാം. മേ, അപ്പോൾ ഇതിൽ മേയും അതുപോലെ തന്നെ തുംസെ ഇത് രണ്ടുമാണ് സർവനാമ് വരുന്നത്. മേ എന്ന് പറയുന്നത് ആരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? രാമിനെയാണ്. തും എന്ന് പറയുന്നത് കൃഷ്ണനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് സർവനാം എന്ന് പറയുന്നത്. പ്രയോഗ് കെ അനുസാർ സർവനാം കെ 6 ഭേദ് ഹെ. അപ്പോൾ ഒരു സെന്റൻസിൽ സർവനാമം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് പ്രയോഗത്തിനനുസരിച്ചിട്ട് 6 ഡിവിഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് പുരുഷവാചക്, ദെൻ നിജ്വാചക്, നിശ്ചയവാചക്, അനിശ്ചയവാചക്, സംബന്ധവാചക്, प्रश्नवाचक. इन्हें ഓരോന്നും എന്താണെന്ന് നോക്കാം. पुरुषवाचक जिस सर्वनाम के द्वारा बोलने वाले का सुनने वाले का अथवा जिस व्यक्ति के संबंध में बोला जाता है उसका बोध हो उसे पुरुषवाचक सर्वनाम कहते हैं. അപ്പോൾ പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത് ഏത് സർവനാം കാണുമ്പോഴാണോ ബോൾനെ വാലേക്ക പറയുന്ന ആളുടെ, സുന്നേ വാലേക്ക കേൾക്കുന്ന ആളുടെ, അഥവാ ജിസ് വ്യക്തി കെ സംബന്ധമേ ബോലാ ജായേ ഏത് വ്യക്തിയെ കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ കുറിച്ചെങ്കിലും ഒരു അറിവ് കിട്ടുന്ന വാക്കുകൾ, അങ്ങനത്തെ സർവനാമിനെയാണ് പുരുഷവാചക് എന്ന് പറയുന്നത്. പുരുഷവാചക് സർവനാം 3 പ്രകാർ കെ ഹോത്തെ. അപ്പൊ പുരുഷവാചക് സർവനാമിൽ വീണ്ടും സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. उत्तम पुरुष, मध्यम पुरुष, अन्य पुरुष. उत्तम पुरुष बोलने वाले अथवा लिखने वाले व्यक्तियों के स्थान पर जिन सर्वनामों का प्रयोग होता है उन्हें उत्तम पुरुष सर्वनाम कहते हैं. जैसे मैं, हम. അപ്പം ഒന്നെങ്കിൽ പറയുന്ന ആള് അല്ലെങ്കിൽ എഴുതുന്ന ആള് ഇവരെ ഡിനോട്ട് ചെയ്യുന്ന സർവനാമിനെയാണ് ഉത്തം പുരുഷ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മേ, हम. मध्यम पुरुष എന്ന് പറയുന്നത് എന്താണ്? ശ്രോത अर्थात सुनने वाले के लिए प्रयुक्त होने वाले सर्वनाम മധ്യം പുരുഷ് സർവനാം कहलाते हैं. അപ്പോൾ കേൾക്കുന്ന ആളെ ഡിനോട്ട് ചെയ്യുന്ന സർവനാമിനെയാണ് മധ്യം പുരുഷ് എന്ന് പറയുന്നത്. ജൈസെ തൂ, തും, ആപ്പ്. തൂ, തും, ആപ്പ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് അന്യ പുരുഷ്. ജിസ്കെ വിഷയ में कुछ कहा जाए या लिखा जाए उसके लिए प्रयुक्त होने वाले सर्वनामों को എന്നാണ് കേട്ടോ, ഇവിടെ കീന്നല്ല. अन्य पुरुष सर्वनाम कहते हैं. जैसे यह, वह, ये, वे. അപ്പൊ ആരെ കുറിച്ചാണോ എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ എഴുതുന്നത് ആ ആളെ ഡിനോട്ട് ചെയ്യുന്ന സർവനാമിനെയാണ് അന്യ പുരുഷ് എന്ന് പറയുന്നത്. അപ്പം സത്യത്തില് ഈ ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യ പുരുഷ് എന്നുള്ള പേരുകൾ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ഡെഫിനീഷനിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇപ്പൊ പുരുഷവാചകിൽ പറയുന്നുണ്ട് ഒന്നെങ്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് ഇത്തരം സർവനാമൊക്കെയാണ് പുരുഷവാചകിൽ വരുന്നത് എന്ന്. എന്നിട്ട് ഇതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്തേക്കാണ്. പറയുന്ന ആളെ കുറിച്ച് ഉത്തം പുരുഷ്, കേൾക്കുന്ന ആളെ കുറിച്ച് മധ്യം പുരുഷ്, അതുപോലെ തന്നെ ആരെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് അത് അന്യപുരുഷ്, അങ്ങനെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഐഡിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടി എളുപ്പമുണ്ടാവും പഠിക്കാനായിട്ട്. ഇനി पुरुषवाचक सर्वनामों के बारे में निम्नलिखित बातें ध्यान में रखनी चाहिए. പുരുഷവാചക് സർവനാമിനെ കുറിച്ചിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. हम सर्वनाम बहुवचन है पर कई बार एक वचन में भी इसका प्रयोग किया जाता है. അപ്പോൾ ഹം എന്ന സർവനാമം നോർമലി ബഹുവചൻ ആണ്, പ്ലൂറൽ ആണ്. പക്ഷെ ഇത് ചില സാഹചര്യങ്ങളിൽ ഏകവചനായിട്ട് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. बड़े बड़े अधिकारी, संपादक आदि अपने बड़प्पन को प्रकट करने के लिए मैं के स्थान पर हम का प्रयोग करते हैं. जैसे हम आदेश देते हैं कि कोई भी कर्मचारी हड़ताल ना करे.
इस अंक में हम खेल कूद के शौकीन പാഠകോं के लिए विशेष सामग्री प्रस्तुत करेंगे. അപ്പം വലിയ വലിയ സ്ഥാനത്തുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മേക്ക് പകരം ഹം എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ ये और वे बहुवचन सर्वनाम है पर बड़े और आदरणीय व्यक्तियों के लिए यह वह के स्थान पर ये वे का प्रयोग सम्मान दिखाने के लिए किया जाता है. അപ്പം ये അതുപോലെ തന്നെ വേ എന്നുള്ള സർവനാമം നോർമലി പ്ലൂറൽ ആണ്, ബഹുവചനാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആദരണീയരായ വ്യക്തികളെ സൂചിപ്പിക്കാനായിട്ട് യഹ് വഹ് എന്നുള്ളതിന് പകരം യേ വേ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. വേ രാഷ്ട്രപതി आज राष्ट्र के नाम സന്ദേശ് പ്രസാരിത് കരേങ്കെ. അപ്പോൾ വേ എന്നാണ് രാഷ്ട്രപതിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവനാമം. അതിന് പകരം വഹ് എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് വൺ, तू सर्वनाम का एक वचन में प्रयोग या तो अपने से बहुत छोटों के लिए किया जाता है या किसी का निरादर करने के लिए. അപ്പോൾ तू എന്നുള്ള സർവനാമം നോർമലി ഉപയോഗിക്കുന്നത് അത് ഏകവചനാണ്. നമ്മളെക്കാളും ഒരുപാട് വയസ്സിന് താഴെയുള്ള വയസ്സിന് ഇളയതായിട്ടുള്ള ആളുകളെ വിളിക്കാനായിട്ടാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ആരെങ്കിലും നിരാദരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് തൂ എന്നുള്ള സർവനാമം ഉപയോഗിക്കുന്നത്. തൂ ചുപ് രഹത്താ ഹെ കി നഹി, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ബേട്ടാ തൂ യഹി ഠഹർ, നോക്കൂ മോനെ നീ ഇവിടെ നിൽക്കൂ എന്നാണ് ആ ഒരു മീനിങ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യത്തേല് തൂ ചുപ് രഹത്താ ഹെ കി നഹി എന്ന് പറയുന്നത് ഒരുമാതിരി ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ബേട്ടാ തൂ യഹി ഠഹർ എന്ന് പറയുന്നത് ഒരു എഫെക്ഷനേറ്റ് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ അത് ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ കുട്ടിയോടാണ് അത് പറയുന്നത് എന്ന്. इनी नेक्स्ट आना, तुम सर्वनाम का एक वचन और बहुवचन दोनों में प्रयोग होता है, जैसे यार तुम मेरी बात मानोगे, बच्चों तुम कहानी सुनोगे. അപ്പോൾ തും എന്ന സർവനാമം ഏകവചനിലും ബഹുവചനിലും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. യാർ തും മേരി ബാത് സുനോഗെ എന്ന് പറയുന്ന സ്ഥലത്ത് യാർ എന്ന് വെച്ചാൽ എന്താണ്, ഫ്രണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സിംഗുലർ ആയിട്ടുള്ള സ്ഥലത്താണ് തും ഉപയോഗിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ ബച്ചോ എന്നാണ്. അപ്പോൾ കുട്ടികളെ കോമൺ ആയിട്ട് പ്ലൂറൽ ആയിട്ടാണ് പറയുന്നതെങ്കിലും തും എന്നുള്ള സർവനാമം അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതിന്, അതിന് മാറ്റൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ആണ്, बहुवचन आप शब्द का प्रयोग आदर दिखाने के लिए ही एकवचन के रूप में किया जाता है. അപ്പൊ ആപ്പ് എന്നുള്ളത് ബഹുവചനാണ്, പക്ഷെ അത് ഏകവചനിൽ ഉപയോഗിക്കുന്നത് ആരോടെങ്കിലും ഉള്ള റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആദരം കാണിക്കാനായിട്ടാണ്. പിതാജി ആപ് ഇത്തനെ ദിൻ കഹാ ഥേ. അപ്പോൾ ഇവിടെ അച്ഛനോടുള്ള ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ആണ് നിജ്വാചക് സർവനാം. നിജ് എന്ന് വെച്ചാൽ സ്വന്തം എന്നാണ്. അപ്പോ जो सर्वनाम अपने आप के लिए प्रयुक्त किया जाए उसे निजवाचक सर्वनाम कहते हैं. അപ്പോൾ നമ്മളെ തന്നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഐ എന്ന് ഉപയോഗിക്കുന്നില്ലേ, मैं आप यह काम करूंगा, രാധ സ്വയം ഗാഡി ചലാത്തി ഹെ. അപ്പൊ ഇവിടെ മേ എന്നുള്ളത് എന്താണ്, मैं आप यह काम करूंगा, राधा स्वयं गाड़ी चलाती है, वह अपने आप चला गया. उपर्युक्त वाक्यों में प्रयुक्त निजवाचक सर्वनाम आप पुरुषवाचक सर्वनाम आप से सर्वथा भिन्न है. അപ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ആപ്പ് എന്നുള്ള ഈ ഒരു സർവനാമം നോർമൽ പുരുഷവാചക് സർവനാമിൽ നിന്നും വ്യത്യസ്തമാണ്. पुरुषवाचक सर्वनाम आप का प्रयोग केवल मध्यम पुरुष और अन्य पुरुष में സമാനാർത്ഥ ഹോത്താ ഹെ. അപ്പൊ പുരുഷവാചക് സർവനാമായിട്ടുള്ള ആപ്പ് എന്നുള്ള ഈ ഒരു വാക്കിന്റെ അർത്ഥം മധ്യം പുരുഷിലും അതുപോലെ തന്നെ अन्य पुरुषिലാണ് സെയിം ആയിട്ട് ഉണ്ടാവുക. ലേക്കിൻ നിജ്വാചക് സർവനാം കാ പ്രयोग तीनों पुरुषों में होता है. എന്നാൽ നിജ്വാചക് സർവനാമ മൂന്ന് പുരുഷിലും ഉപയോഗിക്കാറുണ്ട്. निजवाचक आप पुरुषवाचक सर्वनाम के साथ प्रयुक्त होता है, जबकि पुरुषवाचक सर्वनाम आप वाक्य में अकेले और स्वतंत्र रूप में प्रयुक्त होता है. നിജ്വാചകിലെ ആപ്പ് പുരുഷവാചക് സർവനാമിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പുരുഷവാചക് സർവനാമിൽ വരുന്ന ആപ്പ് വാക്യത്തില് ഒറ്റയ്ക്കാണ്, സ്വതന്ത്രമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. कभी कभी निजवाचक आप के स्थान पर अपना का प्रयोग होता है.
പലപ്പോഴും നിജ്വാചകിൽ വരുന്ന ആപ്പിന് പകരമായിട്ട് അപ്ന എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്ന ശബ്ദ ആപ് കാഹി രൂപാന്തർ ഹെ. അപ്ന എന്ന് പറയുന്നത് ആപ്പ് എന്ന സർവനാമിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. നിശ്ചയ് വാചക് സർവനാം. നിശ്ചയ് വാചക് സർവനാമിന്റെ എക്സാമ്പിൾസ് ആണ് വഹ്, യഹ്, യെ, വേ ഒക്കെ. अनिश्चय वाचक सर्वनाम जिस सर्वनाम से किसी निश्चित व्यक्ति अथवा वस्तु का बोध न हो उसे അനിശ്ചയ് വാചക് സർവനാം कहते हैं. അതായത് ഒരു സർവനാമിൽ നിന്നും ഒരു നിശ്ചിതമായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ലഭിക്കുന്നില്ലെങ്കിൽ അത്തരം സർവനാമിനെയാണ് അനിശ്ചയ് വാചക് എന്ന് പറയുന്നത്. ദേഖോ മേരെ ഘർ മേ കോയി ആയാ ഥാ. അപ്പോ ഇതില് കോയി എന്ന് പറയുമ്പോൾ ആ ആള് ആരാണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്റെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ടായിരുന്നു. കോയി കോയി ഈശ്വർ കോ നഹി മാൻത. ഒരുപാട് ആളുകള് ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല. ആ ഒരുപാട് ആളുകള് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇന്നൊരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള സർവനാമിനെയാണ് അനിശ്ചയ് വാചക് സർവനാം എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, സംബന്ധ വാചക് സർവനാം जो सर्वनाम दो व्यक्तियों का, दो वस्तुओं का अथवा दो बातों का परस्पर संबंध बतलाते हैं उन्हें संबंध वाचक सर्वनाम कहते हैं. അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ ഏത് സർവനാമാണോ രണ്ട് വ്യക്തികളോ രണ്ട് വസ്തുക്കളോ അഥവാ രണ്ട് കാര്യങ്ങളോ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് അതിനെയാണ് സംബന്ധ വാചക സർവനാം എന്ന് പറയുന്നത്. ജോ പഠേഗ വ പാസ് ഹോഗ. ആരൊക്കെയാണോ പഠിക്കുന്നത് അവരെല്ലാം പാസ്സാവും. അപ്പോൾ അവിടെ ജോ വഹ് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് സർവനാമായിട്ട് വരുന്നത്. യഹി വ പുസ്തക് ഹെ ജോ मैंने ദില്ലി മേ ഖരീദി थी. അപ്പം യഹി വഹ് അതുപോലെ തന്നെ ജോ ഇതാണ് ഇവിടെ വരുന്ന സർവനാം, അതായത് സംബന്ധ വാചക് സർവനാമായിട്ട് വരുന്നത്. प्रश्नवाचक सर्वनाम जो सर्वनाम प्रश्न करने के लिए आते हैं उन्हें प्रश्नवाचक सर्वनाम कहते हैं. അതായത് ഏത് സർവനാമാണോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിനെയാണ് പ്രശ്നവാചകം എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻ എന്നാണ്. എക്സാമ്പിൾ ആയിട്ട് ബാഹർ കോൺ ഖടാ ഹെ. പുറത്ത് ആരാണ് നിൽക്കുന്നത്? അപ്പോൾ ആര് എന്ന് ചോദിക്കുന്നു, കോൺ. അതാണ് അവിടുത്തെ പ്രശ്നവാചക് സർവനാം. തുംഹേ ക്യാ ചാഹിയെ. നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവിടെ എന്ത്, ക്യാ. കോൺ കോൺ ആയേ ഹെ. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? കോൺ കോൺ ആണ് അവിടുത്തെ പ്രശ്നവാചക് സർവനാം. ക്യാ ക്യാ ലേ ആയേ. എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ അവിടെ എന്ത് എന്നുള്ള ക്യാ ക്യാ എന്നുള്ളതാണ് പ്രശ്നവാചക് സർവനാമായിട്ട് വന്നിട്ടുള്ളത്. ഇനി സർവനാമോ की कारक रचना. सर्वनाम शब्दों के केवल वजन और कारक के अनुसार विकार होता है, लिंग के अनुसार नहीं. സർവനാമിന് വരുന്ന മാറ്റം വചൻ അതുപോലെ തന്നെ കാരക അനുസരിച്ചിട്ടാണ്, അല്ലാതെ ലിംഗ അനുസരിച്ചിട്ടല്ല. കേവൽ സംബന്ധ കാരക് മേ സർവനാമോ സെ ലിംഗ് ഭേദ് പ്രകट होता है. അപ്പോൾ സംബന്ധ കാരകിൽ മാത്രമാണ് ലിംഗ അനുസരിച്ചിട്ടുള്ള മാറ്റം വരുന്നുള്ളൂ. ജैसे मेरा मेरी, तुम्हारा तुम्हारी ഇങ്ങനെയൊക്കെയുള്ളത്. സർവനാം ശബ്ദോं का संबोधन नहीं होता. അപ്പോൾ പുരുഷവാചക് മേ ശബ്ദ്. അപ്പൊ ഇതിലെ കാരക് ഏകവചൻ ബഹുവചൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കാരകിലെ കർത്ത എന്ന് പറയുമ്പോൾ ഏകവചനിലെ മേ, അതിന്റെ വിഭക്തി എന്താണ്? നേ. അപ്പോ മാനേ. ബഹുവചനിലാണെങ്കിൽ ഹം എന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ വിഭക്തി ചേരുമ്പോൾ ഹംനെ. കർമ്മില് ഇവിടെ മേടെ താഴെയാണ് കേട്ടോ. ഏകവചനിലാണ് ഈ മുജ്കോ മുജേ വരേണ്ടത്. അതുപോലെ തന്നെ ബഹുവചനിലാണ് ഹംകോ ഹമേ വരുന്നത്. നിക്കരൺ കാരകില് മുജ്സേ. അപ്പൊ ഇവിടെ ആവുമ്പോ ഹംസേ. അപ്പൊ ഇതിലും നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വചനെ കുറിച്ചിട്ടും കാരകിനെ കുറിച്ചിട്ടും ഐഡിയ ഉണ്ടായാലാണ് സർവനാമം അതിന്റെ കൂടെ ചേരുമ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ്? സംപ്രദാൻ കാരക്. അതില് അതിന്റെ വിഭക്തിയാണ് കോ, അതുപോലെ തന്നെ ലിയെ ഒക്കെ. അപ്പം മുജ്കോ, മുജേ, മേരെ ലിയെ എന്നൊക്കെ വരുന്നു. ബഹുവചനിലാണെങ്കിൽ ഹംകോ, ഹമേ, ഹമാരെ ലിയെ. അപാദാൻ കാരകില് മുജ്സേ, ഇവിടെ ആവുമ്പോ ഹംസേ. സംബന്ധ കാരകില് മേര, മേരെ, മേരി, ഹമാര, ഹമാരെ, ഹമാരി. അധികരൺ കാരകില് മുജ്മേ, മുജ്, പർ.
ഹമ്മേ ഹം പർ. അപ്പൊ ഇതേ ഒരു സിമിലർ മാനറിൽ തന്നെയാണ് മറ്റുള്ളത് മാറുന്നത്. പുരുഷവാചക് തൂ ശബ്ദം എന്ന് പറയുമ്പോൾ തൂ തൂനെ എന്ന് വരുന്നു, തും തുംനെ, തുജ്കോ തുझे, തുംകോ തുംഹെ, തുജ്സെ തുംസെ, തുझे तेरे लिए. ഇവിടെ ആവുമ്പോൾ തുംഹെ തുംഹാരെ ലിയെ, തേരാ തേരി തേരെ, തുംഹാര തുംഹാരി തുംഹാരെ. അപ്പോ ഇനി പറയുന്നതൊക്കെ തന്നെ ഇതേ മാനറിൽ തന്നെയാണ് മാറുക. അതുകൊണ്ട് പിന്നെ ആകെ ഒരു വ്യത്യാസം വരുന്നത് ഈ യഹിന്റെ കേസിലാണ്. യഹ് പ്ലൂറലൊക്കെ ആയിട്ട് മാറുമ്പോൾ യേ ആയിട്ട് വരും. അതുപോലെ തന്നെ യഹ് പ്ലസ് നേ കോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് വരിക എന്നുള്ളത് നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ യഹ് പ്ലസ് നേ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്നെ എന്നാണ് വരിക. യേ പ്ലസ് നേ എന്ന് പറയുമ്പോൾ ഇൻഹോനെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇസ്കോ എന്നുള്ളത് ഇസ്സേ, യഹ് പ്ലസ് കോ യഹ് പ്ലസ് സേ ആണ് ഇത്, ഇസ്കോ ഇസ്സേ. അതുപോലെ തന്നെ യേ പ്ലസ് കോ യേ പ്ലസ് നേ, ഇൻകോ ഇൻഹോനെ. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നു. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പറയുന്നില്ല. ആ ഒരു പാറ്റേൺ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മെയിൻലി എന്താന്ന് വെച്ചാൽ ഒരു സർവനാമം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏകവചൻ ബഹുവചൻ എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ കാരകം അനുസരിച്ചിട്ട് ഓരോ കാരകിന്റെയും വിഭക്തി എന്താണ് എന്നുള്ളത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈസിലി ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാ സർവനാമവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കൺവേർഷൻ വരുന്നത്. അപ്പൊ എല്ലാം ഒരു ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി ഇതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജോ ആണ്. അപ്പൊ അതൊന്ന് പറയാം. ജോ, ജോയിന്റെ ഫസ്റ്റ് കാരക വരുമ്പോൾ ജോ പ്ലസ് നേ ആണ് വരിക. അപ്പൊ അത് ജിസ്നെ എന്നായിട്ട് വരുന്നു. ഈ ജോ വോ ഇതൊക്കെ ഒരുപോലെ തന്നെയാണ് കൺവേർഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ജോന്റെ ഒപ്പം നേ ചേർത്തു പ്ലൂറലില്. അപ്പൊ എന്താ വരിക? ജിൻഹോനെ. ജിസ്കോ ജിസ്സെ, പ്ലൂറലിൽ വരുമ്പോൾ ജിൻകോ ജിൻഹെ. ജിസ്സെ ഇവിടെ ആവുമ്പോൾ ജിൻസെ എന്നായി. ജിസ്കോ ജിസ്കെ ലിയെ ജിസ്സെ, അത് ജിൻകോ ജിൻകെ ലിയെ ജിൻസെ. ജിസ്ക ജിസ്കെ ജിസ്കി, പ്ലൂറലിൽ വരുമ്പോൾ ജിൻക ജിൻകെ ജിൻകി. പിന്നെ ലാസ്റ്റ് കാരകില് ജിസ്മേ ജിസ്പർ. ഇത് അധികരൺ കാരകില് മേയും പരുവാണല്ലോ ചേർക്കുക. അപ്പോൾ സിംഗുലർ ഫോമില് ജിസ്മേ ജിസ്പർ വരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റില് ജിൻമേ ജിൻപർ ആയിട്ട് പ്ലൂറൽ ആയിട്ട് വരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരകിനെ കുറിച്ചും വചനെ കുറിച്ചും ഇപ്പൊ പറഞ്ഞ സർവനാമിനെ കുറിച്ചിട്ടും ഐഡിയ ഉണ്ടെങ്കിലാണ് ഈ ഒരു കൺവേർഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഓരോ ഇപ്പൊ യഹ് വഹ് യേ വേ ജോ ഇതിന്റെയൊക്കെ ഒപ്പം നേ കോ സേ പർ ഇതൊക്കെ ചേർക്കുമ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാലാണ് ഇത് ഈസിലി ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമെന്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.